ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. iOS 17ൻ്റെ പുതിയ അപ്ഡേറ്റ് നമുക്കിപ്പോൾ ഐഫോണിലെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ iPhone 12 Pro Max ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇത് നമുക്ക് എങ്ങനെയാണ് സിസ്റ്റം യൂസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ ഈസിയായി നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് സിസ്റ്റം യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ഗൂഗിൾ എന്നതിൽ പോയതിന് ശേഷം iTunes എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഡൗൺലോഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ വിൻഡോസ് ഏതാണോ അതിന് കോമ്പാറ്റബിളായ iTunes വേർഷൻ നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റേത് ഇവിടെ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനാൽ തന്നെ ഞാൻ 64 ബിറ്റ് വിൻഡോസിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയറാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സിസ്റ്റം ഏത് ബിറ്റാണ് എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി ഇവിടെ ഈ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് PC എന്നതിൽ പോയതിന് ശേഷം ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് എന്നതിൽ പോവുക. ഇത്തരത്തിൽ പ്രോപ്പർട്ടീസ് എന്ന് പോകുമ്പോൾ നിങ്ങൾക്കിവിടെ നമ്മുടെ സിസ്റ്റം ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇനി ഇവിടെ സിസ്റ്റം ടൈപ്പ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ബിറ്റാണ് അത് നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ 32 ബിറ്റ്, 64 ബിറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സിസ്റ്റത്തിന് കോമ്പാറ്റബിളായ iTunes വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഈ ഒരു വേർഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിനാൽ തന്നെ ഇവിടെ ഡൗൺലോഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഞാനിത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന iTunes എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു കേബിൾ, അതായത് നമ്മുടെ ചാർജറിൻ്റെ കൂടെ ലൈറ്റ്നിങ് കേബിൾ വന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്താണ് ഇപ്പോൾ ഞാൻ iPhone കണക്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറുമായി കണക്റ്റ് ചെയ്തതിന് ശേഷം ഈ ലൈറ്റ്നിങ് കേബിൾ ഇത് നിങ്ങളുടെ ഐഫോണിലേക്ക് കണക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഇപ്പോൾ ഒരു പോപ്പപ്പ് വന്നിരിക്കുന്നത് കാണാം. എ ന്യൂ iPhone സോഫ്റ്റ്വെയർ വേർഷൻ 17 ഈസ് അവൈലബിൾ ഫോർ ദി iPhone എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ആൻഡ് അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഐ എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണാം. ഇവിടെ നമ്മുടെ ഫോൺ സ്ക്രീനിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഡൗൺലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ഡൗൺലോഡ് ഐക്കൺ കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ iOS 17 ഇത് ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെറ്റ് സ്പീഡിനനുസരിച്ച്, അതായത് നിങ്ങൾ വൈഫൈ എല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ നെറ്റ് സ്പീഡ് ഉള്ളതാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ആകും. ഏകദേശം 3 GB മുകളിലെല്ലാമാണ് ഈ ഒരു അപ്ഡേറ്റിന് വരുന്നത്. ഇപ്പോൾ ഇത് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐക്കണിൽ നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴും ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം എക്സ്ട്രാക്റ്റിംഗ് സോഫ്റ്റ്വെയർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ iPhone ഇവിടെ ബാക്കപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിവേദ് iPhone ടു ബി എൻക്രിപ്റ്റഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എൻക്രിപ്റ്റ് ബാക്കപ്പ് എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളെല്ലാം ബാക്കപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ഡാറ്റാസ് എല്ലാം ലാപ്ടോപ്പിലേക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കോണ്ടാക്ട്സ്, ഇമേജസ്, മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇത് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത് ബാക്കപ്പ് ചെയ്യണമെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്കത് ബാക്കപ്പ് ചെയ്യാം. നിലവിൽ എൻ്റെ ഫോണിൽ ഞാൻ എല്ലാം നേരത്തെ തന്നെ ബാക്കപ്പ് ചെയ്തത് കൊണ്ട് ഞാൻ ഇവിടെ അഡീഷണലായി ഈ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല.
ഇപ്പോൾ ആകെ കുറച്ച് ഫയൽ മാത്രമാണ് എൻ്റെ ഐഫോണിലുള്ളത്. അതിനാൽ തന്നെ ആ ഒരു ഫയൽ ഇവിടെ ബാക്കപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്കിംഗ് അപ്പ് നിവേദ് ഐഫോൺ എന്നിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ഫോർ ഐഫോൺ എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പ്രിപ്പയർ ഐഫോൺ ഫോർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മൾ കറക്റ്റായി ഫോളോ ചെയ്യുക. ഇത് ജസ്റ്റ് നമ്മൾ വായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ഉള്ളത് എന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഡൗൺലോഡ് ആയതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെരിഫൈയിങ് അപ്ഡേറ്റഡ് ഐഫോൺ സോഫ്റ്റ്വെയർ എന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമുക്കിവിടെ അപ്ഡേറ്റിംഗ് ഐഫോൺ ഫേംവെയർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫേംവെയർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. ഇത്തരത്തിൽ ഈ സ്റ്റെപ്പെല്ലാം കംപ്ലീറ്റ് ആകുന്നതിന് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ അപ്ഡേറ്റ് ആകുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഫോണിൻ്റെ സ്ക്രീനിലും ഇപ്പോൾ ഇൻസ്റ്റാൾ ആകുന്നതെല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഐഫോണിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ്. അതിനാൽ തന്നെ നമ്മൾ ഫോണിലുള്ള കാര്യം കൂടി, അതായത് ഫോണിൽ കൂടി ഈ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഇത് റിമൂവ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ സിസ്റ്റവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ്നിങ് കേബിൾ ഇത് റിമൂവ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിലാണ് നമ്മൾ വിൻഡോസ് യൂസ് ചെയ്ത് ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്